എഴുത്തുകാരനും നോവലിസ്റ്റുമായ കെ.എൽ. മോഹനവർമ്മ 88 നിറവിൽ വർത്തമാനകാലത്തോട് സംവദിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ പ്രായം കണക്കിൽ മാത്രമെന്നാണ് കെ.എൽ. മോഹനവർമ്മ പറയുന്നത്. ബാല്യം കഴിഞ്ഞ് 12 വയസ്സിന്റെ കൗമാരമാണ്. ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തിയതേയുള്ളൂ. വർഷങ്ങളുടെ കണക്കിൽ 88 വർഷം പൂർത്തിയാക്കിയ കെ.എൽ. മോഹനവർമ്മ ഇങ്ങനെ പറയുമ്പോൾ ആശ്ചര്യം തോന്നുകയില്ല. 10 ദിവസം മുൻപ് നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ മത്സരം പഠിപ്പിച്ച ജീവിത പാഠത്തെക്കുറിച്ച് പറയുമ്പോൾ കെ.എൽ. മോഹനവർമ്മ എന്ന എഴുത്തുകാരനിലെ പഠിതാവിനെ നമുക്ക് കാണാൻ കഴിയും. 25-10 28 റണ്ണ് 6 വിക്കറ്റ് അവർക്കുണ്ട്. ഒരു സംശയമില്ലാതെ അവർ ജയിക്കും. അപ്പോൾ 25ാമത്തെ ബോൾ എറിഞ്ഞപ്പോൾ ഒരു വൈഡ് വന്നു. ഈ സമയത്ത് അപ്പം അന്ന് പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അന്നത് പഠിച്ചത്, ഇത്രയും കാലമായിട്ട് അന്ന് 2 പഠിച്ചാണ്. ഇത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പുള്ളിയോട് ചോദിച്ചു, ആ സമയത്ത് നിങ്ങൾ എന്ന് ബൗളറെടുത്തൊന്ന് ചെവി പറയുന്നുണ്ടായിരുന്നു, എന്താ പറഞ്ഞത്? അപ്പോൾ പുള്ളി പറഞ്ഞു വരുന്നുണ്ട്, ഏതിലും ആ സമയത്ത് എന്തെന്നുള്ളതാണ് പ്രസൻറ്റ്. ഞാൻ പറഞ്ഞത്, ഞാൻ മറ്റേതിനെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ല. 27 റണ്ണോ 25 റണ്ണോ അവർ നമ്മൾ 6 വിക്കറ്റ് ഒന്നും ചിന്തിച്ചില്ല. ഞാൻ ഈ ബോൾ എങ്ങനെ എറിയണം, അതാണ് വിജയം. ഞാൻ മറ്റേതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഒന്നും നടക്കില്ല. എഴുത്തിൻ്റെ കാലം കഴിഞ്ഞുവെന്നാണ് കെ.എൽ. മോഹനവർമ്മയുടെ പക്ഷം. നോവലെഴുത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിർത്തി. പക്ഷേ പുതിയ കാലത്തിൻ്റെ സംഗീതത്തിലൂടെ ഇപ്പോഴും ആശയാവതരണം തുടർന്നു പോകുന്നു. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുള്ള ക്രിയേറ്റീവ് ജീനിയസ് ഉണ്ട് പണ്ടത്തേക്കാൾ കൂടുതൽ. പക്ഷേ അവർ പലരും എഴുതുകയല്ല എന്നുള്ളതേ ഉള്ളൂ. എഴുത്തുകാർക്ക് വേറെ എഴുതാം, പക്ഷേ ഈ അക്ഷരങ്ങളുടെ രൂപം ഒന്ന് മാറ്റിയാൽ മതി. ആശയം കൊണ്ടുവന്നാൽ പോരെ. ആശയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എത്രയോ സ്കോപ്പുള്ളത്, ഇഷ്ടംപോലെ സ്കോപ്പുണ്ട്. സത്യൻ എന്തൊക്കെയാണ് ചെയ്യുന്നില്ല. ഇത് കാലത്തെ ഞങ്ങളിരുന്ന് സംസാരിച്ച് ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാലത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, വാസ്തവത്തിൽ നിങ്ങളല്ലേ റൈറ്റർ, നിങ്ങൾ ഒരു പുതിയ രീതി കണ്ടുപിടിച്ചു. പ്രായത്തിൻ്റെ കണക്കിൽ 88 തികഞ്ഞതിൻ്റെ ചെറിയൊരു ആഘോഷം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം കൊച്ചി ദർബാർ ഹാൾ റോഡിലെ വസതിയിൽ വെച്ച് നടന്നു. നവതിയിലേക്ക് ഇനി നടന്നെത്താവുന്ന ദൂരം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.